ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കറിവേപ്പില ചമ്മന്തിയാണ്. അതിനായി ഞാൻ കുറച്ച് ഫ്രഷ് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ആദ്യമായി നമുക്ക് കറിവേപ്പില വറുത്തെടുക്കാം. അതിനായി ഒരു കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കുക. ഞാനിവിടെ ഉരുളിയാണ് എടുത്തേക്കുന്നത്. ഉരുളി ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില നന്നായി വറുത്തെടുക്കുക. കരിഞ്ഞു പോകാതെ കൈകൊണ്ട് പൊടിക്കാൻ പറ്റുന്ന പാകത്തിന് വറുത്തെടുക്കുക. കറിവേപ്പിലയുടെ വറന്നുകൊണ്ടിരിക്കുകയാണ്. കറിവേപ്പില ഇവിടെ നന്നായിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്. കറിവേപ്പില നന്നായി വറുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തു നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നന്നായി കൈകൊണ്ട് പൊടിക്കാൻ പാകത്തിന് നന്നായിട്ട് വറുത്തെടുക്കുക. കിരികിരിന്നുള്ള സൗണ്ട് കേൾക്കുന്ന പാകത്തിന് നമ്മൾ വറുത്തെടുക്കണം. ഞാൻ ഇവിടെ ഇതിനാവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് തേങ്ങ, വറ്റൽമുളക്, ചുവന്നുള്ളി, മുഴുവൻമല്ലി, തൂരപ്പരിപ്പ്, ഉഴുന്ന്, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളകാണ്. ഇനി നമുക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് തേങ്ങയാണ്, 4-5 വറ്റൽമുളകും. നമുക്കിത് ഉരുളിയിലേക്ക് എണ്ണ ഒഴിച്ച് തേങ്ങയും വറ്റൽമുളകും അതിലേക്കിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങ നല്ലപോലെ ചുവക്കുന്ന രീതിയിൽ നന്നായിട്ട് വറുത്തെടുക്കുക. തേങ്ങ ഇവിടെ മൂത്ത് വരുന്നുണ്ട്. തേങ്ങ നന്നായി മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 10-15 ചുവന്നുള്ളി, 3-4 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ മുഴുവൻമല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ആയാലും ചേർക്കാവുന്നതാണ്. അടുത്തായി ഒരു ചെറു കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി, പിന്നെ ഇതും കൂടി ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൂരപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. നന്നായി വറുത്തെടുത്ത ശേഷം നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ചേർത്ത് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.